നമ്മൾ വിചാരിക്കാത്തതിന് തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് കുറിക്കാൻ പോകുന്നതെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിത്തുടങ്ങിയിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള അന്തർധാരയാണോ അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്? അന്തർധാര ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇതുവരെ ബന്ധപ്പെട്ട നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ പറയുന്നതിൽ നിന്നും ഒരു ലോക്കൽ ട്രെൻഡിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. അന്തർധാരയ്ക്കുള്ളൊരു സാധ്യത ഇല്ല. അന്തർധാരയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ ഈ ചാണക്യ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സിറ്റ് പോളുകൾ ഒന്നും പറഞ്ഞ പ്രവചനങ്ങൾ അല്ല വരിക. അത് ഇടതുമുന്നണിക്ക് ഒരു 80 സീറ്റ് കിട്ടും, BJPക്ക് ഒരു 20-ൽ കുറയാത്ത സീറ്റ്, 20-25 സീറ്റ് വരെ കിട്ടാം. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞെട്ടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയാമോ, 140 മണ്ഡലങ്ങളിൽ 120 സ്ഥലങ്ങളിൽ BJPക്ക് 20,000-ത്തിലധികം വോട്ടുണ്ട്. 50-നും 30-നും ഇടയ്ക്കുള്ള മണ്ഡലങ്ങൾ തന്നെ 40ഓളം വരികയാണ്. ഈ 40ഓളം മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ 2000, 3000, 5000 വോട്ട് കൊണ്ട് മാത്രം CPM വിജയിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല വിട്ടിരുന്നെങ്കിൽ 140 മണ്ഡലത്തിലും BJPക്ക് 10,000-ത്തിൽ കുറയാത്ത വോട്ടുകൾ ഉണ്ട്. 120 മണ്ഡലങ്ങളിൽ 20,000-ത്തിൽ കുറയാത്ത വോട്ടുണ്ട്. ഒരു 75 മണ്ഡലങ്ങളിൽ 30,000-ത്തിന് അടുപ്പിച്ച് വരുന്ന വോട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് നോക്കുമ്പം ഒരു 20 സീറ്റിൽ 40,000-ത്തിനും 50,000-ത്തിനും ഇടയ്ക്കോട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് BJPക്ക് 140 മണ്ഡലങ്ങളിലും ഒരു 10,000 വോട്ട് നിസ്സാരമായിട്ട് മറിക്കാൻ കഴിയും. ഇടതുമുന്നണി ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10,000 വോട്ടൊന്നും വേണ്ട. അതുപോലെ തിരിച്ചും ഇടതുമുന്നണിക്ക് BJPയെ ഒന്ന് സഹായിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ജയിക്കും എന്നുള്ളൊരു 10 സീറ്റിൽ സ്വല്പം ഒന്ന് പിൻവലിഞ്ഞാൽ, ചെറിയൊരു തള്ളു കൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ BJPക്ക് ഒരു 10-20 താമര ഇവിടെ വിരിയിക്കാൻ സാധിക്കും. അത്തരത്തിൽ അന്തർധാര നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ എക്സിറ്റ് പോളുകൾ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം എന്തെങ്കിലും വിധത്തിൽ അത്തരത്തിലൊരു അടിയൊഴുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ തിരിച്ചടിയായിട്ട് UDFന് ബാധിക്കും. ഒരു 40 സീറ്റിനകത്ത് UDF നിൽക്കും. കഴിഞ്ഞ തവണത്തെ പോലെ അതിൽ ഭൂരിഭാഗവും ലീഗിൻ്റെ സീറ്റുകളായിരിക്കും വിജയിക്കുന്നത്. കോൺഗ്രസ് ഒക്കെ വളരെ ശുഷ്കമായിരുന്നു. അത്തരത്തിലൊരു സാധനം നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് നടക്കാൻ സാധ്യത വരാതിരിക്കാൻ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയ പാർട്ടിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം നമ്മൾ കംഫർട്ടബിളായിട്ട് ജയിക്കും, സുന്ദരമായ ഭരണമാണ് നടന്നത്, ജനങ്ങളിൽ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല എന്നുള്ളത് താഴെത്തട്ടിൽ നിന്നൊരു മെസ്സേജ്. പിന്നെ ഇവിടെ ഇൻ്റലിജൻസ് ഇല്ലാത്ത ചില ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടും, അവരും റിപ്പോർട്ട് കൊടുത്ത് പട്ടും പടി ജയിക്കും, എന്തിനാണ് വിഷമിക്കുന്നത് എന്നുള്ള മട്ടിലാണ്. അത് രണ്ടും കോൺഫിഡൻസിലാണ് അദ്ദേഹം. അല്ലെങ്കിൽ അദ്ദേഹം മൂന്നാം മുഴുവൻ അങ്ങനെ കൈവിടുന്ന ആളല്ല. ഒരു കാരണവശാലും അദ്ദേഹത്തിന് കൈവിടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹം അത്തരത്തിലൊരു അന്തർധാരയ്ക്ക് കൂട്ടു നിൽക്കാത്തത്, അല്ലെങ്കിൽ അതിനുവേണ്ടി മെനക്കെടൊന്നും വേണ്ട, അത് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് അദ്ദേഹത്തിന് എളുപ്പമായിട്ട് കഴിയുമായിരുന്നു. തോൽക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാകും. ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകൾ പറയുന്ന പോലത്തെ 55 സീറ്റിലേക്ക് ഒതുങ്ങുന്ന പരാജയങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മൂന്നാം ഊഴത്തിനും അന്തർധാരയ്ക്കും മടിക്കില്ലായിരുന്നു. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് വ്യക്തം. കോൺഗ്രസിൻ്റെ മുന്നേറ്റം തന്നെ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രതിഫലിച്ചത്. ഇപ്പോൾ ഒരു 5000 വോട്ട് മറിഞ്ഞാൽ 10,000 വോട്ടിൻ്റെ എഫക്റ്റാണ് ഇടുന്നത്. അപ്പുറത്തോട്ട് മറിയുമ്പോഴേ അത് വലിയ റിഫ്ലക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു ചെറിയ നീക്കുപോക്കൊന്നും നടത്താൻ ഇടതുമുന്നണിക്കോ അല്ലെങ്കിൽ BJPയുടെ കേഡർ സ്വഭാവമുള്ള BJPയിലെ ചില ആൾക്കാർക്കൊന്നും കഴിയാതിരിക്കുന്നതല്ല. അവർ പണ്ടൊക്കെ ഇങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറയില്ലേ, വോട്ടിന് പകരം നോട്ടെന്നൊക്കെ പറഞ്ഞ് പല പരിപാടികൾ നടത്തിയതൊക്കെ പഴയ കാല ചരിത്രമാണ്. അങ്ങനെ മറിക്കലിനൊന്നും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കുറേ നാളുകളായിട്ട് BJP അവരുടെ വോട്ടുകൾ പൂർണ്ണമായും പിടിക്കുക, പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളൊരു നയത്തിലാണ് പോകുന്നത്. അവരും അതുകൊണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല. CPMഉം ഇത്തവണ അങ്ങനെ BJPയുമായിട്ടുള്ള എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി അത് പുറത്തറിഞ്ഞ് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് അവരും അത്തരത്തിലാണ് പോയിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ തരത്തിൽ സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ കേരളത്തിൽ തൂക്കുസഭ തന്നെ ആയിരിക്കുമല്ലോ. സംശയമില്ല. അങ്ങനെ വന്നാൽ തൂക്കുസഭ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ UDFന് മേൽക്കോയ്മ വരും. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയാൽ പോലും തൂക്കുസഭ വരാൻ സാധ്യതയാണ്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോയി. ചിലയിടത്തൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ചിലർ രഹസ്യമായി പറയുന്നതിൽ നിന്നാണ് ഈ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു അന്തർധാര ഉണ്ടാവാൻ വഴിയില്ല. അത് ഇതുവരെ ഒരു കേന്ദ്രങ്ങളിൽ നിന്നും ഒരു ആധികാരികമായ റിപ്പോർട്ടിംഗ് എവിടെയും കണ്ടതായും ആരും പറഞ്ഞിട്ടുമില്ല.
ഇപ്പം BJPക്ക് ജയം പ്രതീക്ഷിക്കാവുന്ന ചില മണ്ഡലങ്ങളുണ്ടല്ലോ, നമുക്കറിയാം കൃത്യമായിട്ടും, നിയമവും കഴക്കൂട്ടവും അല്ലേ? അതെ, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ചാത്തന്നൂർ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ പോലും പറയുന്നുണ്ട്. ആറ്റിങ്ങൽ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ ഞാൻ വളരെ ഇപ്പം 1 മുതൽ 3 വരെ എന്ന് പല എക്സിറ്റ് പോളും പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പറയുന്നതാണ്. അതുപോലെ തന്നെ പാലക്കാട്, മഞ്ചേശ്വരം, തൃശ്ശൂർ, ഇവൻ മലമ്പുഴയിൽ നല്ല ഫൈറ്റ് നടക്കുകയാണ്. ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അവിടെ കൃഷ്ണകുമാറിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു. തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിൽ ഇപ്പോൾ ഒരുപാട് അടിയൊഴുക്കുകൾ നടന്നു, മലമാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ കാണിക്കുന്നത് BJPക്ക് തിരക്കേടില്ലാത്ത നാട്ടികയിൽ എന്ന് പറയുന്ന പ്രത്യേകതയാണ്. CPIയുടെ സ്ഥാനം. അതാണ് അതിന്റെ പ്രത്യേകത. CPI തന്നെ തെറ്റിപ്പിരിഞ്ഞ് വിമതൻ മത്സരിക്കുന്നു, അവിടെ അടിയൊഴുക്കുകൾ ഉണ്ടായിരിക്കുന്നു. BJPയുടെ വോട്ടും കൂടെ കിട്ടുമ്പോൾ അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ നോക്കുമ്പോൾ ഒരു 5 സീറ്റ് BJPക്ക് കിട്ടേണ്ടതാണ്. 4 ഉറപ്പാണെന്നാണ് എനിക്ക് വിശ്വാസം. തിരുവനന്തപുരത്ത് തന്നെ ഒരു 3 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 2 പറയുന്നെങ്കിലും 3 സീറ്റ് വരെ പോകാൻ സാധ്യതയുണ്ട്. അതിലൊന്ന് വട്ടിയൂർക്കാവാണ്. പക്ഷെ വട്ടിയൂർക്കാവ് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? കാരണം വട്ടിയൂർക്കാവ് തുടക്കം മുതൽ തന്നെ വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ് നടന്നത്. അതെ, അതുകൊണ്ടാണത് പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നത്. കാരണം ആ മണ്ഡലത്തിൽ ശ്രീ മുരളീധരൻ UDFന്റെ വോട്ടുകൾ മാക്സിമം പിടിക്കുകയും പ്രശാന്ത് LDFന്റെ വോട്ടുകൾ മാക്സിമം പിടിക്കുകയും ചെയ്താൽ BJPക്ക് ഈസി വാക്ക് ഓവർ ആവേണ്ടതാണ്. അവിടെ ഇനഫ് സ്പേസ് ഉണ്ട്. BJP വോട്ടുകൾ മാത്രം ശ്രീലേക്ക് കിട്ടിയാൽ പോലും അവർ ജയിക്കും. വേറെ ഒന്നും കിട്ടണ്ട, നിഷ്പക്ഷ വോട്ടും വേണ്ട, മറ്റൊന്നും വേണ്ട. പിന്നെ BJPയുടെ മാത്രം വോട്ടുകൾ, കോർ വോട്ടുകൾ കിട്ടിയാൽ തന്നെ അവിടെ ജയിക്കാൻ സാധിക്കും. അതിനുള്ള സാധ്യത ഇവർ 2 പേരും വോട്ട് പിടിക്കുകയാണെങ്കിലുണ്ട്. അഥവാ അല്ലാതെ ഇവർ 2 പേരും വോട്ട് പിടിച്ചിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഏതോ ഒരു അട്ടിമറി എവിടെയോ നടന്നിരിക്കുന്നു. അതിനുള്ള സാധ്യത കുറവാണ്. ഞാൻ നോക്കിയിട്ട് പലയിടത്തും അട്ടിമറിക്ക് അത്തരത്തിലൊരു സാധ്യത കാണുന്നില്ല. സ്ട്രൈറ്റ് ഫൈറ്റാണ് പലയിടത്തും നടന്നിട്ടുള്ളത്. അതിൻ്റെ ഗുണങ്ങൾ പലയിടത്തും കിട്ടുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ബേപ്പൂർ പോലുള്ള മണ്ഡലത്തിലൊക്കെ ചില അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ബേപ്പൂരിൽ ഇപ്പം പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പല വോട്ടുകളും അവിടെ പിന്നെ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ അൻവറിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അൻവർ അതുകൊണ്ടാണ് ശുഭാപ്തി വിശ്വാസമൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ, തലമുട്ടയടിക്കും എന്നൊക്കെ പറയുന്നു. അവിടെ 52% മുസ്ലിം വോട്ടുകളുണ്ട്. അതിൻ്റെ മാക്സിമം പിടിക്കാൻ അൻവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ LDF തന്നെ സമ്മതിക്കുന്നു മുഹമ്മദ് റിയാസിൻ്റെ ഭൂരിപക്ഷം കുറയും. ചിലപ്പോൾ 4000 5000 ഒക്കെ ആയിട്ട് കുറഞ്ഞേക്കാം. നേരത്തെ 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 80,000-ന് പുറത്ത് വോട്ട് ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്തായാലും അതുണ്ടാവില്ല, ഒരുപാട് താഴെ പോകും. അപ്പോൾ അതിനകത്ത് അൻവറിന് ജയിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ ചിന്ത. അങ്ങനെ നോക്കുമ്പോൾ പല മണ്ഡലങ്ങളും വളരെ വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളാണ്. അത്തരത്തിൽ 20 മണ്ഡലങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ആ 20 മണ്ഡലങ്ങളാണ് ശരിക്കും ഈ ഏത് എക്സിറ്റ് പോൾ പറഞ്ഞാലും നമുക്ക് അവസാനത്തെ ജനവിധിയിൽ പറയേണ്ടത് അതാണ്. ആ 20 മണ്ഡലങ്ങളെ പ്രതീക്ഷിച്ചാണ് LDFും പറയുന്നത് വരട്ടെ, ഞങ്ങൾ പിന്നെ പറയാം എന്ന് പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.